الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق، إنهم فتية آمنوا بربهم وزدناهم هدى، وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവോടെ ജീവിതത്തിൻ്റെ മുഴുവൻ വേളകളും അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് സൂക്ഷിച്ച് തഖ്വയോടുകൂടെ മുന്നോട്ട് പോകണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപം കൊണ്ടതു മുതൽ ഈ ഐഹിക ലോകത്തു നിന്ന് യാത്ര പറയുന്നതുവരെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ശൈശവകാലവും കുട്ടിക്കാലവും യുവത്വവും ആ യുവത്വത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന
വാർദ്ധക്യവുമൊക്കെ നാം ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ്, കൃത്യമായും ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതിലേറെ പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം നോക്കിക്കാണുന്നത് നമ്മുടെ യുവത്വത്തെയാണ്. യുവത്വം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 15 വയസ്സിന് മുകളിൽ ഒരു 50-55 വയസ്സുവരെ യൗവനമാണ്. അതിന് നമ്മൾ അഡോളസൻസ്, കൗമാരമെന്നും ടീനേജ് എന്നും അതുപോലെ തന്നെ യൂത്ത് എന്നുമൊക്കെ പല രൂപത്തിൽ പേരിട്ട് വിളിക്കുന്നു. ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ഈ ഒരു കാലഘട്ടത്തെ നോക്കിക്കാണുന്നത്. ഇസ്ലാം മാത്രമല്ല, ലോകത്ത് ഏതൊരു പ്രത്യയശാസ്ത്രങ്ങളും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവട്ടെ, അവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് യുവാക്കളെയാണ്. യുവത്വത്തിലുള്ള ചുറുചുറുക്കുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളെയാണ് എല്ലാവർക്കും ആവശ്യം. നന്മയുടെ മാർഗത്തിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ, വളരെ വേഗതയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ആവേശമുള്ളവരാണ്, അതിനുള്ള ആരോഗ്യമുള്ളവരാണ് യുവാക്കൾ. എന്നാൽ തിന്മയുടെ ആളുകൾ, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും തോന്നിവാസങ്ങളുടെയും അത്തരം അധർമ്മ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ആളുകൾ അവരും നോട്ടമിടുന്നത് ഈ യുവത്വത്തെയാണ്. അടുത്ത കാലഘട്ടങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് സമയത്ത് ഈ മിമ്പർ ഉപയോഗിച്ച് തന്നെ നമ്മൾ പ്രതിപാദിച്ച പല വിഷയങ്ങളുമുണ്ട്. പല തോന്നിവാസങ്ങളും, മയക്കുമരുന്നുകളും, ലഹരികളും, കൊലകളും എല്ലാം. അവിടെയൊക്കെ നമ്മൾ കൂടുതലും കാണുന്നത് ഈ യൗവനത്തിലുള്ള യുവാക്കളിലുള്ള ആളുകളെയാണ്. ഏതൊരു തരത്തിലുള്ള സമൂഹത്തെയും അതിൻ്റെ ഏറ്റവും മലീമസമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആ സമൂഹത്തിലെ യുവാക്കളെ കേടുവരുത്തിയാൽ മതി. ഇതറിയുന്ന ആളുകൾ സ്കൂളുകളിലേക്ക്, ക്യാമ്പസുകളിലേക്കാണ്, കോളേജുകളിലേക്കാണ്, യുവാക്കളുള്ള ഇടങ്ങളിലേക്കാണ് മയക്കുമരുന്നുകളുടെ അതല്ലെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങളുടെ പൊതികളുമായി കൊണ്ട്, അത്തരം അധർമ്മ പ്രവർത്തനങ്ങളുടെ പ്രചരണങ്ങളുമായി കൊണ്ട് കയറി ചെല്ലുന്നത്. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പലയിടങ്ങളിലായി നമ്മുടെ യൗവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുർ റൂമിലെ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. الله الذي خلقكم, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ ദഅഫിൻ, അവൻ അങ്ങേയറ്റം ദൗർബല്യത്തിൽ നിന്ന്, ദുർബലതയോടുകൂടെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ തുടക്കം, ശൈശവകാലം, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മലർന്നു കിടന്ന് വാവിട്ട് കരയാൻ മാത്രമല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സാധിക്കാത്ത, സ്വന്തം നമ്മുടെ ഭക്ഷണം കണ്ടെത്താൻ സാധിക്കാത്ത അങ്ങേയറ്റം ദുർബലരായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഒന്നിനും സാധിക്കാത്ത, വെറും കരയാൻ മാത്രം സാധിക്കുന്ന ആളുകളായിരുന്നു ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും. അല്ലാഹു പറഞ്ഞു, ഈ ഒരു അതിലൂടെ ദുർബലത, ദൗർബല്യം, അതിലൂടെയാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ടോ എന്നിട്ടോ ആ ദൗർബല്യത്തിൽ തന്നെ അല്ല നമ്മളിപ്പോൾ ഉള്ളത്. ആ ദുർബലത നമുക്ക് ഓരോരുത്തർക്കും, ആ ദുർബലതയുടെ ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിയുള്ള, ഒരു പ്രസരിപ്പുള്ള ഒരു യൗവനത്തിലേക്ക്, കൗമാരത്തിലേക്ക്, ആ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയാണ്. എന്നാൽ ആ സ്റ്റേജിൽ എത്ര കാലമാണ്? മരിക്കുന്നതുവരെ ആ ഒരു പ്രസരിപ്പോടെ, നല്ല ശക്തിയുള്ള ശരീരത്തോടുകൂടെ, എല്ലാ തരത്തിലുള്ള പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ അങ്ങനെ ജീവിക്കാൻ കഴിയോ?
ثم جعل من بعد قوة ضعفا وشيبا. ആ ഖുവ്വത്തിന് ശേഷം, ആ പവർഫുൾ ആയ ഒരു കാലഘട്ടത്തിന് ശേഷം ദഅഫൻ, വീണ്ടും ദുർബലതയിലേക്ക് അവൻ പോവുകയാണ്. വശൈബ, അവന് നരബാധിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ വാർദ്ധക്യത്തിന്റെ സഹജമായ ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. തൊലികളിൽ ചുളിവുകൾ വരികയാണ്. ശരീരം ആ പൂർണ്ണമായ ആരോഗ്യത്തിൽ നിന്ന് നല്ല ശക്തിയുള്ള, പ്രസരിപ്പുള്ള, മസിൽ പവറുള്ള ആ ഒരു തുടുതുടുത്ത പവർഫുള്ളായ ശരീരത്തിൽ നിന്നും ദുർബലതയിൽ നിന്ന് ശരീരത്തിന് ചില വേദനകൾ അനുഭവപ്പെടുന്നു. മനസ്സ് കൊതിക്കുന്നിടത്തേക്ക് ശരീരം എത്തിയ ഒരു കാലഘട്ടത്തിൽ നിന്നും കൊതിക്കുന്നിടത്തേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവന്റെ ശരീരം പതിയെ പതിയെ പോകുന്നു എന്നത് അവർ തിരിച്ചറിയുന്നുണ്ട്. അള്ളാഹു ഈ വിഷയത്തെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് സൂറത്തുൽ അഹ്കാഫിൽ പഠിപ്പിക്കുമ്പോ അതിന്റെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ അവന്റെ ശൈശവകാലമൊക്കെ പിന്നിട്ടിട്ട് നല്ല പൂർണ്ണമായ ഒരു ശാരീരികമായ അവസ്ഥയിലേക്ക്, ഒരു ശക്തിയുള്ള ശാരീരികമായ അവസ്ഥയിലേക്ക് അവൻ എത്തുന്നു. അവന്റെ 40കളിലേക്ക് എത്തിയിരിക്കുന്നു. 40 വയസ്സ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വയസ്സായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുകയാണ്, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു കാലഘട്ടം, അതുപോലെ തന്നെ പക്വതയുള്ള ഒരു കാലഘട്ടം, നന്മകളും തിന്മകളും കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള കാലഘട്ടം, ഏത് ശരിയെന്നും ഏത് തെറ്റെന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഏത് ഉൾക്കൊള്ളണമെന്നും ഒക്കെയുള്ള തിരിച്ചറിവിന്റെ, പക്വതയുടെ, പാകതയുടെ ഒരു പൂർണ്ണതയുടെ കാലഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈ ഒരു പ്രായത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും നമുക്കറിയാം ഈ യുവത്വത്തെ ഒന്നുകിൽ പായാക്കി കളയുകയാണ്. വേണ്ട രൂപത്തിൽ ഫലപ്രദമായി പലരും ഇതിനെ ഉപയോഗിക്കുന്നില്ല. പലരും ഇതിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയക്കുമരുന്നുകളിലൂടെ, ലഹരി പദാർത്ഥങ്ങളിലൂടെ, തോന്നിവാസങ്ങളിലൂടെ, അധർമ്മ പ്രവർത്തനങ്ങളിലൂടെ ഈ ശരീരത്തെ, ഈ യുവത്വത്തെ നശിപ്പിച്ചു കളയുന്നുണ്ട്. ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഉള്ളതാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും യുവത്വം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുകയും ഇസ്ലാം ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മോട് പഠിപ്പിക്കുന്നത് എന്ന ആ അധ്യാപനത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. നമുക്ക് കളഞ്ഞു കുളിക്കാനുള്ളതല്ല ഈ ഒരു വലിയ കാലഘട്ടം, യൗവനത്തിന്റെ കാലഘട്ടം, കൗമാരത്തിന്റെ കാലഘട്ടം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു പ്രായത്തിലുള്ളവരാണ്. കുറച്ചാണ് ചെറിയ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുള്ളൂ. അതുപോലെ തന്നെ അങ്ങേറ്റം പ്രായമേറിയ 55 വയസ്സിന് മുകളിലുള്ളവരും നമ്മുടെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകളാണ്. പക്ഷേ ഈ ഒരു യുവാക്കൾ എന്ന് പറയുമ്പം, ഈ ഒരു യുവത്വം എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ചെലവഴിക്കണം? ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട് ഈ വിഷയത്തിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. മനുഷ്യ, നിന്റെ ജീവിതത്തിലേക്ക് 5 കാര്യങ്ങൾ വരും. അതിനു മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും ഒന്നാമതായും പറഞ്ഞിട്ടുള്ളത് ശബാബക ഖബ്ല ഹറമി. ശബാബക, നിന്റെ യുവത്വമാണ് നീ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ യുവത്വം, നമ്മളിൽ ഭൂരിഭാഗം ആ യുവത്വത്തിലാണ്. നമ്മുടെ യുവത്വം എങ്ങനെയാണ്? അതിങ്ങനെ വൃഥാ ഗെയിം കളിച്ച് തീർക്കാൻ, അതിങ്ങനെ മൊബൈലിൽ, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സമയങ്ങൾ കണ്ട് ചെലവഴിക്കാൻ അതിനുള്ളതാണോ നമ്മുടെ യുവത്വം? ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഏതെങ്കിലും മദ്യത്തിന്റെയും, ആരെങ്കിലും ഒരു സിപ്പ കഴിച്ചോ, ഒരു പുകയെടുത്തോ എന്ന് പറയുമ്പോ അത് നുണഞ്ഞുകൊണ്ട്, അതിനഡിക്റ്റായിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ദൗർബല്യത്തിലേക്ക്, ഏറ്റവും മോശത്തരത്തിലേക്ക്, അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ യുവത്വം. ഇത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്, റബ്ബ് തന്ന അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. അള്ളാഹു തന്നതാണ് നമ്മുടെ ആന്തരികമായ അവയവങ്ങൾ. ഇതൊക്കെ തിരിച്ചറിയാതെ ഇതിനെയൊക്കെ സ്വയം കേടുവരുത്തുന്ന, മനഃപൂർവ്വം കേടുവരുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണോ യുവാക്കൾ ചെന്നെത്തേണ്ടത്? അള്ളാഹു സൂചിപ്പിക്കുന്നത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതാണ്. നിന്റെ യുവത്വത്തെ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹറമി,
രോഗം വരും. കുറച്ച് കഴിഞ്ഞ 55 വയസ്സ് കഴിഞ്ഞ ആ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഊര വളയാൻ കഴിയാത്ത, കാലിന്റെ മുട്ട് വളയ്ക്കാൻ കഴിയാത്ത, ദൈർഘ്യമേറിയ സുജൂദുകളിൽ കിടക്കാൻ കഴിയാത്ത, വേണ്ട രൂപത്തിൽ ഓടിപ്പാഞ്ഞുകൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ അതിന് വ്യാപൃതനാവാൻ കഴിയാത്ത, നന്മകളിൽ വ്യാപൃതനാവാൻ കഴിയാത്ത ഒരു കാലഘട്ടമുണ്ട്. എന്നെ കൊണ്ട് വയ്യ, കുട്ടികളോട് പോകാൻ പറയൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് വരും. എന്നും ഈ ചുറുചുറുക്കിൽ, എന്നും ഈ മസിൽ പവറിൽ, എന്നും ഈ ആരോഗ്യത്തിൽ നമ്മൾ ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ആ ഒരു സഖം, രോഗമോ വാർദ്ധക്യമോ നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് ഈ യൗവനം ഇതെന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണെന്നും ഈ അനുഗ്രഹം എന്റെ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തലാണ്, അവന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ഒരു ദാസൻ എന്ന നിലക്ക് എന്റെ ബാധ്യത എന്ന തിരിച്ചറിവിൽ നിന്ന് അധർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ, ധർമ്മങ്ങൾ അന്വേഷിക്കുവാൻ, നന്മകൾ അന്വേഷിക്കുവാൻ, അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും അന്വേഷിക്കുവാൻ, അങ്ങനെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, നാടിന്, സമൂഹത്തിന്, രാജ്യത്തിന് ഉപയോഗപ്പെടുന്ന ഏറ്റവും നല്ല ഒരു മനുഷ്യനായി തീരാൻ അവനാണ് മുസ്ലിം. അവനാണ് മുസ്ലിം. ഏറ്റവും നല്ല ഒരു മനുഷ്യൻ ആരാണോ അയാളാണ് മുസ്ലിം. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ളവർക്ക് ഒരാൾക്കും തന്നെ നമ്മെ കൊണ്ട് ഉപദ്രവങ്ങളില്ലാത്ത, എല്ലാവർക്കും തണൽ മരമായി നിൽക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിടാൻ ഒരുങ്ങുമ്പോ ഇബ്നു ദുഹിന്ന എന്ന ജൂതനായ മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അബൂബക്കറെ താങ്കൾ എങ്ങോട്ടാണ്? എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഞാൻ പോവുകയാണ്, ഇവർ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, ഇവിടെ ശാന്തമായി എനിക്ക് ഇബാദത്തെടുത്തുകൊണ്ട് എന്റെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല. ജൂതനായ മനുഷ്യൻ പറഞ്ഞത്, ഇന്നക ലാ തഖ്റുജ് വലാ തുഖ്റജ്. അബൂബക്കറെ, താങ്കളെ പോലെയുള്ള മനുഷ്യന്മാർ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. താങ്കളെ പോലെയുള്ള മനുഷ്യരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കരുത്. കാരണം താങ്കളെ ഈ നാടിന് ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മുടെ ഈ നാടിന് ആവശ്യമുണ്ടാവണം. നമ്മുടെ കുടുംബത്തിന് ആവശ്യമുണ്ടാവണം. മീഡിയകൾക്ക് മുമ്പിൽ എന്റെ മകനെ ഒന്ന് ജയിലിൽ അടയ്ക്കൂ എന്ന് പറയുന്ന മാതാക്കളാവരുത് നമ്മുടെ മാതാപിതാക്കൾ. എന്റെ കുടുംബത്തിലെ ഈ യുവാവിനെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമാണ് എന്ന് പറയുന്ന ആളുകളാവരുത് നമ്മുടെ മാതാപിതാക്കൾ. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ പറഞ്ഞത്, അവൻ ജയിലിലുള്ളത്, പുറത്തിറങ്ങാതിരുന്നാ മതിയായിരുന്നു. പുറത്തിറങ്ങാതിരുന്നാ മതി. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ലാളിച്ച് പോറ്റി വളർത്തിയ, നമ്മെ സ്നേഹിച്ചു വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇങ്ങനെ സംസാരിക്കുന്ന അവസ്ഥ എങ്ങനെയാ സംജാതമാകുന്നത്? അതെ, നമ്മൾ ഒരു സിപ്പ് എടുത്തതാണ്, ഒരു പുകയെടുത്തതാ, ഒരു എന്റർടൈൻമെന്റിന്, ഒരു ചെറിയ സമയത്തെ ആസ്വാദനത്തിന് വേണ്ടി അത് പിന്നെ കൈവിട്ടുപോയി. തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത്തരം ഒരു ദുരവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ യൗവനം, യുവത്വം, നമ്മുടെ അഡോളസൻസ്, ഈ പ്രായം, ഈ ടീനേജ്, ഇതൊക്കെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശബാബ്, നിന്റെ യുവത്വം. ഇത് ഉപയോഗിക്കണം. പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 4 കാര്യങ്ങളെ ചോദ്യം ചെയ്യാതെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ ശബാബിഹി ഫീമാ അബ്ല. ചോദിക്കും, പലതിനെ കുറിച്ചും ചോദിക്കും. അതിൽ 4 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അൻ ശബാബിഹി, ഈ ചുറുചുറുക്കുള്ള, ആ രക്തത്തിളപ്പുള്ള, എന്തടാ എന്ന് ചോദിച്ചാൽ ഓടാ എന്ന് പറയാൻ കഴിയുന്ന, ആ തന്റെ ഇടമുള്ള, ധൈര്യമുള്ള ആ ഒരു കാലഘട്ടമുണ്ടല്ലോ. ആ യുവത്വത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ഫീമാ അബ്ല, എങ്ങനെയാ ശരീരം ക്ഷയിച്ചു പോയത്? എങ്ങനെയാ ശരീരത്തിന് ജരാനരകൾ സംഭവിച്ചിട്ടുള്ളത്? എങ്ങനെയാ ശരീരത്തിന് ക്ഷീണം സംഭവിച്ച്, ചുക്കിച്ചുളിവുകൾ സംഭവിച്ച് വാർദ്ധക്യത്തിലേക്ക് നീ എത്തിയത് എങ്ങനെയാണ്? അഥവാ എന്ത് പ്രവർത്തിച്ചു നിന്റെ ആ ആരോഗ്യം ഉപയോഗിച്ച്, നിന്റെ ചുറുചുറുക്കുള്ള ആ യൗവനം ഉപയോഗിച്ച് ആർക്ക് നിന്നെ കൊണ്ട് നന്മകൾ ഉണ്ടായി? ഏത് വിധവയുടെ, ഏത് പ്രയാസം അനുഭവിക്കുന്നവന്റെ, ഏത് രോഗിയുടെ കണ്ണീരൊപ്പം നിനക്ക് സാധിച്ചിട്ടുണ്ട്? നിന്റെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നിന്റെ ആരോഗ്യം നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നിന്റെ നാടിന്, നിന്റെ വീടിന്, നിന്റെ കുടുംബത്തിന് ആർക്കാണ് നിന്നെ കൊണ്ട് ഉപയോഗം ഉണ്ടായത്?
ഇങ്ങനെ കുനിഞ്ഞിരുന്ന് മൊബൈലിലേക്ക് മാത്രം നോക്കി സമയം ചെലവഴിക്കുന്ന ഒരു പുതിയ തലമുറയായിട്ടാണോ നാം വളരുന്നത്? വിശ്വാസികളെ, സമൂഹത്തിൽ അങ്ങനെ പലരും ഉണ്ടാകും. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ ജീവിതം അത് അങ്ങനെ ക്ഷയിപ്പിക്കാനുള്ളതല്ല. അള്ളാഹ് ചോദിക്കും നമ്മോട്, എങ്ങനെയാ നഷ്ടപ്പെട്ടത് എന്ന്. നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ യുവത്വത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിലെ നമ്മൾ ഓരോരുത്തരും എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന അധ്യായം, അനീതിയെ ചെറുത്തുനിന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് ആ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അവിടെ അവരുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതെന്താ? അവരെ കുറിച്ചിട്ട് അള്ളാഹു പറയുകയാണിതാ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. എന്താ അവരുടെ പ്രത്യേകത? ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. നോക്കൂ, ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് അള്ളാഹു പറയുമ്പോ അവരുടെ പേരല്ല അള്ളാഹു പറയുന്നത്. അവരാരാണ് എന്ന് പറയുമ്പോ അവര് പറയുന്നത് അവർ യുവാക്കളായിരുന്നു എന്നാ. എന്നിട്ടോ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, ആമനൂ ബിറബ്ബിഹിം, അവർ വിശ്വാസികളെ. സഹോദരങ്ങളെ, യുവാക്കളെ, യുവത്വത്തിലുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലപാടുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ നിലപാട്, ഞാൻ നിസ്കരിക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഞാൻ നോമ്പെടുക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഞാൻ പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ നമ്മുടെ യുവാക്കളിലുണ്ട്. പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ വർക്കുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ യുവസമൂഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആമനൂ ബിറബ്ബിഹിം, വിശ്വാസത്തിൽ, തൗഹീദിൽ, ഈമാനിന്റെ വിഷയത്തിൽ ഞാനൊരു ശരിയായ നിലപാടാണോ എടുത്തിട്ടുള്ളത് എന്ന് ഒന്നാമതായി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ യുവാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞത് ആമനൂ ബിറബ്ബിഹിം, അള്ളാഹുവിൽ വിശ്വസിക്കണം, റബ്ബിൽ ഈമാൻ ഉണ്ടാവണം, ശരിയായ തൗഹീദ് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിലപാട് തുറന്നു പറയാൻ അത് യുവാക്കൾക്കാണ് സാധിക്കാൻ. അവിടുത്തെ രാജാവ് രാജാവ് അവരെ തുറുങ്കിലടക്കാനും കൊല്ലാനും പീഡിപ്പിക്കാനും ഒക്കെ പരിശ്രമിച്ചപ്പോ അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഒരു ഗുഹയിൽ ഒളിവിൽ കഴിഞ്ഞതാണ് അവർ. അവരെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല, അതല്ലെങ്കിൽ ശിർക്കിനോടൊപ്പം, തോന്നിവാസങ്ങളോടൊപ്പം, തിന്മകളോടൊപ്പം ജീവിക്കാൻ അവർ തയ്യാറല്ല. അള്ളാഹുവിനുള്ള തൗഹീദ് അംഗീകരിച്ച് ജീവിക്കാൻ അതിന് സാധ്യമല്ല എങ്കിൽ ഞാൻ നാടുവിടാൻ തയ്യാറാണ്. അതിന് സാധ്യമല്ല എങ്കിൽ ശക്തമായ നിലപാടെടുക്കാൻ യുവാക്കൾക്ക് സാധിക്കും. ഇന്നകും ഫിത്യ, നമ്മൾ ആലോചിക്കണം, നമ്മൾ ഏത് നിലപാടാണ് എടുക്കുന്നത്. നിലപാടുകൾ എടുക്കുന്നിടത്ത്, തൗഹീദ് ഉൾക്കൊള്ളുന്നിടത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നിടത്ത് നമ്മൾ ഏത് ഭാഗത്താണ്? നമ്മുടെ നാടുകളിൽ ഹറാമുകൾ പ്രവർത്തിക്കുന്നവരുണ്ട്, ഖബറിനെ ആരാധിക്കുന്നവരുണ്ട്, ഖബറാളികളോട് സഹായം തേടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഖബറാളികൾ നമ്മളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഖബറുകളിലേക്ക് ക്ഷണിക്കുന്ന, പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം നമ്മൾ കണ്ടില്ലേ, അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എത്രത്തോളമാണ്. സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുക്കുന്നത് എങ്ങനെയാ? പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടാവുന്ന എല്ലാ തര സംവിധാനങ്ങളുമുള്ള ഹോസ്പിറ്റലുകൾ ചുറ്റുഭാഗത്തുണ്ടായിട്ട് വേദനകൾ അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച്, ബ്ലീഡിങ്ങുകൾ അനുഭവിച്ച് കൊലക്ക് കൊടുക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്നവർ. ആലോചിച്ചു, ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ എവിടെ നിൽക്കുന്നു? തൗഹീദിന്റെ കൂടെയാണോ? സുന്നത്തിന്റെ കൂടെയാണോ? പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ കൂടെയാണോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ വിശ്വാസം അവർ ഉൾക്കൊണ്ടപ്പം വസിദ്നാഹും ഹുദാ, നാം അവർക്ക് ഹിദായത്ത്, ഹുദാ, അവരുടെ സന്മാർഗ്ഗം നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരിങ്ങനെ വിശ്വസിച്ചു എന്നത് മാത്രമല്ല സഹോദരങ്ങളെ, അവരുടെ അടുത്ത ക്വാളിറ്റി ആയിട്ട് അല്ലാഹു പറഞ്ഞെന്താ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉബ മിൻ ദൂനിഹി ഇലാഹ. അവർ എഴുന്നേറ്റ് നിന്നു. ഇദ് ഖാമൂ ഫഖാലൂ, എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നിങ്ങളുടെ റബ്ബ് ഏതെങ്കിലും വിഗ്രഹങ്ങളല്ല, ഏതെങ്കിലും മനുഷ്യരല്ല, ഏതെങ്കിലും മരണപ്പെട്ടവരല്ല, ഏതെങ്കിലും രൂപത്തിലുള്ള ഇത്തരം സൃഷ്ടിജാലങ്ങളല്ല, മറിച്ച് റബ്ബുസ് സമാവാതി വൽ അർദ്,
ആകാശഭൂമികളുടെ രക്ഷിതാവ് റബ്ബ്, അവനാണ് ഞങ്ങളുടെയും റബ്ബ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ലൻ നദ്ഉവ, ഞങ്ങൾ ദുആ ചെയ്യുകയില്ല. എങ്ങനെ? ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. മിൻ ദൂനിഹി ഇലാഹ, അവനല്ലാതെ മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾ ദുആ ചെയ്യുകയില്ല. നമ്മുടെ നിലപാടെന്താ? നമ്മുടെ നിലപാടെന്താ? ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും മുമ്പിലുണ്ടോ? അതല്ല, ഇതൊന്നും എന്റെ പണിയല്ല, ഇതിനൊക്കെ നമ്മുടെ നാട്ടില് ചില പ്രായമുള്ള ആൾക്കാരുണ്ട്, അത് അവരായിക്കോട്ടെ, ചെറിയ കുട്ടികളുണ്ട്, അവരായിക്കോട്ടെ, നമുക്കിതൊന്നും യോജിച്ചതല്ല. അതാണോ നമ്മുടെ നിലപാട്? അല്ല, യുവാക്കളുടെ നിലപാട് ഇതാവണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, അടിയുറച്ച് നമ്മൾ നിൽക്കണം. യഥാർത്ഥ തൗഹീദ് നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നാമതായി തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം ഒന്നാമതായി പ്രഥമമായും പ്രധാനമായും യുവാക്കളെ നമ്മളിൽ ഉണ്ടാവേണ്ടത് അല്ലാഹുവിനുള്ള ശരിയായ ഈമാനാണ്. എങ്കിൽ വറബത്തുനാ അലാ ഖുലൂബിഹിം, അല്ലാഹു ശക്തി തരും, അല്ലാഹു പിടിച്ചു നിർത്തും, സ്ഥൈര്യവും ധൈര്യവും നമ്മുടെ റബ്ബ് നൽകും. അതിനൊന്നാമത്തത് വേണ്ടത് ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മാലിന്യങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ റഹ്മാനായ റബ്ബിനെ കുടിയിരുത്തുക എന്നുള്ളതാണ്. ആരാണ് റബ്ബ്? റബ്ബുസ് സമാവാതി വൽ അർദ്, ഏതെങ്കിലും റബ്ബല്ല, ആകാശഭൂമികളുടെ റബ്ബ്, സൂര്യന്റെ റബ്ബ്, ചന്ദ്രന്റെ റബ്ബ്, ഈ നക്ഷത്രങ്ങളുടെ റബ്ബ്, ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ്. ആ റബ്ബിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുക. എന്നിട്ട് പ്രഖ്യാപിക്കാൻ കഴിയണം, ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, എന്റെ പ്രാർത്ഥനകൾ അഖിലവും, എന്റെ ഇബാദത്തുകൾ അഖിലവും എന്റെ റബ്ബിലേക്ക് മാത്രമാണ്. മറ്റൊരാളെയും ഒരു തരത്തിലും ഈ ഇബാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശിർക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കാനും സാധിക്കുന്നവരാവണം സർവവിശ്വാസികളും, പ്രത്യേകിച്ചും യുവാക്കളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ ആർജവമുള്ള തൗഹീദിന്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യരായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, സർവ്വ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തൗഹീദിന്റെ പതാകയുമേന്തിക്കൊണ്ട് ആർജവമുള്ള നന്മയുടെ ധർമ്മത്തിന്റെ ആളുകളായി മുന്നോട്ട് പോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ്, ശരിയായ വിശ്വാസം, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ റബ്ബിനെ ശരിയായി അംഗീകരിക്കുകയും അവനെ മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് പൂർണ്ണമായും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. യുവത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിലേക്കും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് തിന്മകൾ ഉണ്ടാകുമ്പോൾ, ഹറാമുകൾ ഉണ്ടാകുമ്പോൾ, തോന്നിവാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അധർമ്മ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ചെറിയൊരു ക്ഷണം മതി വഴുതിപ്പോകാൻ. അവിടെ അത്തരം തിന്മകളിൽ അകപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിന് ശരിയായ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഹൃദയത്തിൽ കുടിയിരുത്തിക്കൊണ്ട് എന്റെ എല്ലാ ജീവിതത്തിന്റെ സകല മേഖലകളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. നമ്മൾ എന്തിനാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ലഹരി ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ വ്യഭിചരിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമകളാവാത്തത്? പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരമേ പാടുള്ളൂ. ഒരൊറ്റ ഉത്തരം: സാഹചര്യം അനുവദിക്കുന്നില്ല. അവിടെ എന്നെ പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു, അവിടെ എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു, അതല്ലെങ്കിൽ അവിടെ കുറെ ആളുകളുണ്ട്, അവിടെ പ്രശ്നമാണ്, ഇവിടെ പറ്റുന്നില്ല, അതല്ലെങ്കിൽ എനിക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമല്ല.
ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പ്രചോദനമാകുന്നത്. മറിച്ച് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് വേണ്ടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്ഷണിച്ചപ്പോ ഇതിൽ നീ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്നെ ജയിലിലടക്കും, കള്ളക്കേസുണ്ടാക്കും, എന്നിട്ടോ ജയിലിലടക്കും, നീ തുറുങ്കിലടക്കും, പുറത്തടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോയോ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതെന്താ? റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ, അല്ലാഹുവേ ജയിലാണ് എനിക്കിഷ്ടം, മിമ്മാ യദ്ഊനനി ഇലൈഹി, അവർ ക്ഷണിക്കുന്ന ഈ തിന്മയുണ്ടല്ലോ, ആ തിന്മ പ്രവർത്തിച്ച് നാളെ നിന്റെ നരകത്തിലെത്തുന്നതിനേക്കാൾ അല്ലാഹുവേ എനിക്കിഷ്ടം ഇവിടെ ജയിലാണ്, ഇവിടെ ജയിലാണ്. നിലപാടാണ്. ഇങ്ങനെ ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. സുലൈഖ ക്ഷണിച്ചപ്പോ യൂസുഫ് നബി പറഞ്ഞ വർത്തമാനം അതാ, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. യുവത്വത്തിലാണ്, യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ്. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും റബ്ബ് കാണുമെന്നുള്ള ചിന്തയോടെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ യുവാക്കളെ നമുക്ക് സാധിക്കണം. خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. സർവ്വ തിന്മകളിലേക്കും യുവത്വത്തിന്റെ സന്ദർഭത്തിൽ നമ്മെ മാടി വിളിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ നിയമം നമുക്ക് അനുകൂലമാണ്. തിന്മകൾ ചെയ്താൽ നിങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചവനെയാണ് നമ്മൾ തുറുങ്കിലടയ്ക്കുന്ന നിയമങ്ങൾ ഉള്ളത്. പക്ഷേ അവരെ നമ്മൾ സദാചാര പോലീസ് എന്ന് വിളിക്കും. പക്ഷേ അവിടെയല്ല വിഷയം. എനിക്ക് എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് കാണുന്നുണ്ട്. ആ റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഈ തിന്മ പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ അവനിൽ വിശ്വസിക്കുന്നവനാണ്, അവനോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ തൗഹീദുള്ളവനാണ്. ഈ തിന്മയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത് മഖാമ റബ്ബിഹി, ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കണ്ടേ, അവനോട് ഞാൻ മറുപടി പറയണ്ടേ. ഇതിന്റെ ശിക്ഷ നാളെ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അവിടെ ഞാൻ അപഹാസ്യനാവില്ലേ, പരിഹാസ്യനാവില്ലേ, നിന്ദ്യനാവില്ലേ? ഇല്ല. അത്തരം തിന്മകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. എന്നിട്ടോ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളിൽ നാടിന്, സമൂഹത്തിന്, കുടുംബത്തിനൊക്കെ മാതൃകയാകുന്ന, ഉപകാരപ്രദമാകുന്ന നല്ല മനുഷ്യരായി നാട്ടിലൂടെ ചുറുചുറുക്കോടുകൂടെ, ആരോഗ്യത്തോടുകൂടെ ഓടി നടക്കുന്നു അവർ. എന്തിനു വേണ്ടി? സമൂഹത്തിന് വേണ്ടി, അശരണർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവർക്ക് വേണ്ടി. അതിനുവേണ്ടി അവിടെ നമ്മുടെ യുവത്വം ചിലവഴിക്കേണ്ടത്. നന്മകളുടെ മാർഗത്തിൽ, ലഹരിയുടെ, തോന്നിവാസങ്ങളുടെ, അധർമ്മ പ്രവർത്തനങ്ങളുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ യുവത്വം അതിനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നാളെ പാരത്രിക ലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞത് യുവാക്കളെ നമ്മളാണ് ഷാബുൻ, യുവാക്കളാണവർ. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ യുവാക്കളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പ്രായം അപകടമുള്ളതാണ്. ഈ ഒരു പ്രായം ഏത് തിന്മകളിലേക്കും നമ്മെ കൊത്തിവലിക്കുന്നതാണ്. പ്രത്യേകിച്ചും പല ആളുകളും അതിനുവേണ്ട പല പരിശ്രമങ്ങളും നമ്മുടെ നാടുകളിൽ നടത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, ഏറ്റവും നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.